നാട്ടുമ്പുറങ്ങളിലെ ചില രസികൻ കഥ പറച്ചിലുകാര് കഥ പറയുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം എടുത്താണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഞാനും കുറച്ച് സ്വാതന്ത്ര്യം എടുത്തിട്ട് തന്നെയാണ് ഈ കഥ പറയണത്. കുത്തിത്തിരിപ്പുകാരുടെ രാജാവായ നാരദൻ ആകാശമാർഗെ പോവുക. എവിടെ വേല വയ്ക്കും, ആരെ തമ്മിൽ തല്ലിക്കും എന്ന ചിന്തയുമായാണ് മൂപ്പര് പോകണത്. ഇനി അഥവാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പാപമാണെങ്കിലോ, അതിനുള്ള പരിഹാരമായി കയ്യിലെ ചപ്പളാങ്കട്ട മുട്ടിച്ച് നാരായണ നാരായണ ജപിക്കുന്നുമുണ്ട് നാരദൻ. കൈലാസത്തിൽ എന്താണാവോ അവസ്ഥ എന്നാൽ ആലോചിച്ച് നാരദര് ദ്രവ്യദൃഷ്ടി എന്ന് പായിച്ച് നോക്കിയപ്പോൾ എന്താ മനസ്സിലായെന്നറിയോ? ശിവനും പാർവതിയും കുട്ടികളും കൂടി ഒരു പ്രശ്നമില്ലാതെ കളിച്ച് ചിരിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇത്രയൊക്കെ സന്തോഷിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ പണി കൈലാസത്തിന് കൊടുക്കാം എന്ന് തീരുമാനിച്ച് നാരദരെ കൈലാസത്തിലേക്ക് തിരിച്ചു. പോകും വഴിക്ക് ഒരു വാഴപ്പഴവും കയ്യിൽ വെച്ചു. മാതള നാരങ്ങ കൈ പിടിച്ചു എന്ന് കേട്ടിട്ടുള്ള കഥ ഉണ്ട്, മാങ്ങ കൊണ്ട് കൊടുത്തു എന്നുള്ള കഥ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ അറിയോ, വാഴപ്പഴ കയ്യിൽ. വെളുക്കനെ ചിരിച്ച് നാമവും ജപിച്ചു വരുന്ന ഏഷണിയെ കണ്ടതും ശിവനും പാർവതിക്കും അടിവയറ്റിൽ ഒന്നൊരു കാളൽ കാളി. പടച്ചോനെ, എന്ത് തിരുപ്പൻ പണിയായിട്ടാണാവോ ഇന്നത്തെ എഴുന്നള്ളത്ത്. നാരദർക്കും ചെറിയ പേടിയില്ലാതില്ല. ശിവന്റെ തൃക്കണ്ണു തുറക്കലും പാർവതിയുടെ ഇടഞ്ഞാലുള്ള മുടിയഴിച്ച രൂപവും ഓർത്ത് നാരദർക്കും അടിവയർന്ന് കാളി. പണി വെച്ച് ശാപം വാങ്ങി വെക്കണോ എന്ന ഒരു നിമിഷം ആലോചിച്ചെങ്കിലും വന്നാൽ പിന്നെ കുത്തിത്തിരിപ്പൊന്നും നടത്താതെ എങ്ങനെ പോവുക എന്നോർത്ത് നാരദര് ഒന്ന് ശങ്കിച്ചു നിന്നു. അച്ഛനെയും അമ്മയെയും ഒഴിവാക്കി മക്കളെ ചുറ്റിക്കാം ഇത്തവണ വേല. വേലായുധനോട് തന്നെ ആവട്ടെ എന്ന് നാരദർ അങ്ങോട്ട് തീരുമാനിച്ചു. മക്കളെ തല്ലിച്ചാലും ഇവരുടെ കുടുംബത്തെ സമാധാനം കളയാലോ. നാരദർ കൈലാസത്തിലേക്ക് പോകുമ്പോൾ കയ്യിൽ കരുതിയ പഴം ശിവനും പാർവതിക്കും നേരെ നീട്ടി. ചിരിച്ചു തന്നെ പറഞ്ഞു, മക്കൾക്ക് കൊടുത്തോളൂ, പക്ഷെ ഒന്നേ ഉള്ളൂ കേട്ടോ, പഴം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. നീ മുറിക്കാനൊന്നും നിൽക്കണ്ട, നല്ലപോലെ പഴുത്തതാ, മുറിച്ചാൽ അളിപിളീന്നാവും. കുട്ടികൾ രമ്യതപ്പെട്ട് പഴം പങ്കിട്ടെടുത്താൽ പിന്നെ ഉദ്ദേശിച്ചൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിനുള്ള എല്ലാ പഴുതും ഒക്കെ അടച്ച് ആ മുറിക്കൽ പാടില്ലാത്ത ഒറ്റപ്പഴം ബാ വഴക്ക് തുടങ്ങാമെന്ന മട്ടിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും നോക്കി ശിവന്റെ കയ്യിലിരിക്കി കൊടുത്തു. എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് പഴവും കൊടുത്ത് നാരദൻ നാരായണ നാരായണ ജപിച്ച് സ്ഥലവും വിട്ടു. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന പുകിലൊക്കെ പോകും വഴിക്ക് വിശദമായി ആസ്വദിച്ച് ദിവ്യദൃഷ്ടിയിൽ കാണാമെന്നും കരുതി. ആർക്കാ വാഴപ്പഴം ഏറ്റവും ഇഷ്ടം എന്ന് ശിവൻ ചോദിച്ചതും മക്കൾ ഇരുവരും ചാടി വീണു. ഇരട്ട പറ്റവരെ പോലെ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് എനിക്ക്. പിന്നെ അങ്ങ് തർക്കം തുടങ്ങുകയാണ്. ഞാനാണ് മൂത്തത്, എനിക്ക് വേണമെന്ന ഒരാൾ, ഇളയ ആൾക്കാണ് എല്ലാ വീട്ടിലും മിഠായി വരെ കൂടുതൽ കൊടുക്കാറ് എന്ന അടുത്ത ആൾ, നാരദമാമൻ വരുന്നത് ഞാനാണ് ആദ്യം കണ്ടത് എന്ന ഒരാൾ, മാമൻ എന്നെ നോക്കിയാണ് പഴം കൂടുതലുള്ള ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു എന്ന അടുത്ത ആൾ. ഇവരുടെ ഈ വഴക്ക് തീർക്കാൻ എളുപ്പമല്ല എന്ന് മനസ്സിലായ ശിവൻ ദയനീയമായിട്ട് പാർവതിയെ നോക്കി. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സകല ഏടാകൂട പ്രശ്നങ്ങളും ക്ഷണനേരത്തിൽ തീർക്കുന്ന പണ്ഡിതനല്ലേ, ഇതും അതുപോലെ അങ്ങോട്ട് തീർത്തോളൂ എന്ന് പാർവതി തന്നോട് പറയുന്ന പോലെ ഭാര്യയുടെ മുഖത്ത് നോക്കിയതും ശിവന് തോന്നി. തല്ലൂട്ടം വേണ്ട, വഴി ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടാളിൽ ആരാണോ ഈ ഉലകം മുഴുവൻ ചുറ്റി ആദ്യം തിരിച്ചു വരുന്നത് അവർ ഈ പഴം തരാം. ശിവൻ ഉപായമിറക്കി. തൽക്കാലം പോയി വരട്ടെ, തിരിച്ചു വരണവരെയെങ്കിലും സ്വൈരം കിട്ടുമല്ലോ എന്ന് കരുതി കാണും. അപ്പളത്തേക്കൊരു സൂത്രപ്പണി പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. കുട്ടികളല്ലേ, ഉലകം ചുറ്റി വരുമ്പോഴേക്കും വഴിയിലെ കാഴ്ചകളിലൊക്കെ കുടുങ്ങി നിന്ന് ഈ പഴത്തിൻ്റെ കാര്യം തന്നെ മറക്കാനും മതിയല്ലോ. സുബ്രഹ്മണ്യൻ 6 തല കൊണ്ടും ഒറ്റയടിക്ക് ആലോചിച്ച് വണ്ടിയെടുത്ത് പുറപ്പെട്ടു. വയലിനോട് പറഞ്ഞു, ചങ്ങാതി, വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പരമാവധി വേഗത്തിൽ പറഞ്ഞോളൂ കേട്ടോ. പന്തയത്തിൽ ഒരു കാരണവശാലും ഞാൻ തോൽക്കരുത്. മയിൽ സുബ്രഹ്മണ്യനെയും കൊണ്ട് ഉലകം ചുറ്റി വരാൻ അതിവേഗത്തിൽ പറന്നുപോയി. ഗണപതി ആലോചിച്ചു, എൻ്റെ വണ്ടിക്ക് എന്തായാലും ഏട്ടൻ്റെ വണ്ടിയുടെ വേഗം കിട്ടില്ല. ഈ കുടവേറും താങ്ങി ഞാൻ കൂടി കയറിയിരുന്നാൽ പിന്നെ എലിവണ്ടി ഒടുക്കത്തെ നിരങ്ങും. മാത്രവുമല്ല, ഏതോ തട്ടിപ്പു ഭക്തൻ നേരിച്ച് അപ്പം കഴിച്ച് ഇന്നലെ ത്രിസന്ധ്യ മുതൽ എനിക്ക് നല്ല സുഖമില്ല. അങ്ങനെയുള്ള ലൊടുക്ക് വണ്ടി പിടിച്ചു പോയാൽ അടുത്ത മണ്ഡലകാലത്തെ ഞാൻ തിരിച്ചെത്തൂ. എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിക്കാതെ രക്ഷയില്ല. പെട്ടെന്ന് ആനത്തലയിൽ വിളക്ക് മിന്നി. കള്ളച്ചിരി ചിരിച്ച് കുംഭം കുലുക്കി ചെവിയും തുമ്പിയുമായി ഗണപതി ശിവനും പാർവതി ഇരിക്കുന്ന പാറയ്ക്ക് ചുറ്റും നടന്നു. ഒരു തിരക്കുമില്ലാതെ ഇളകിയാടി നടക്കുന്ന ഗണപതിയെ കണ്ട് പാർവതി ആലോചിച്ചു, ഇവൻ്റെ ആർത്തി ഇത്ര പെട്ടെന്ന് മാറിയോ?
അതോ ഇന്നലത്തെ അപ്പം കഴിച്ച് നാശമായ വയറിൽ ശരിക്കും വിശപ്പായി കാണില്ലേ? ചുക്കും ഇഞ്ചിനീരും കൂട്ടി രാത്രി ഒന്നുകൂടെ കൊടുക്കണം ചെക്കന്. ഗണു, നിനക്ക് പഴം വേണ്ടേ? ഉലകം ചുറ്റാൻ പോകുന്നില്ലേ? ശിവൻ ചോദിച്ചു. എനിക്കെൻ്റെ അച്ഛനും അമ്മയുമാണ് ഈ ലോകം. അതാണ് ഞാൻ നിങ്ങളെ പ്രദക്ഷിണം വയ്ക്കുന്നത്. താത്വികമായി ഗണപതി പറഞ്ഞ സംഗതി ശരിയാണ്. ദാർശനികമായി വളരെ വളരെ ശരിയാണ്. അപ്പോൾ പഴം ഗണപതിക്ക് തന്നെ. സുബ്രഹ്മണ്യൻ മയിൽപ്പുറമേറി പറന്ന് അലച്ച് വരുമ്പോഴുണ്ട് അനിയൻ കൂട്ടൻ കളിച്ച് ചിരിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും മടിയിൽ വിസ്തരിച്ചിരുന്ന് പഴത്തിൻ്റെ തൊലി പൊളിക്കുന്നു. അവൻ എന്തായാലും ഈ പൊന്തത്തടിയും വെച്ച് നടന്നോ ഓടിയോ തിരിച്ചെത്താൻ സമയമായിട്ടില്ല. എലിവണ്ടിയിൽ പോയാൽ പോലും അവൻ ഈ നേരം കൊണ്ട് എത്തില്ല. എന്തോ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സുബ്രഹ്മണ്യന് തോന്നി. പെരുവിരലിൽ നിന്നും പെരുത്തു കയറിയ സുബ്രഹ്മണ്യൻ ചാടി വീണ് ഗണപതിയുടെ തുമ്പിക്കൈയിൽ നിന്നും പഴം തട്ടിപ്പറിച്ചു. ഗണപതി വിടുവോ? ഏട്ടൻ ദേവസൈന്യാധിപനാണെങ്കിൽ ഞാൻ ഭൂതഗണാധിപനാണ് എന്ന് മനസ്സിൽ പറഞ്ഞ് സുബ്രഹ്മണ്യനു നേരെ ഗുസ്തിക്ക് ചെന്നു. ഇരുവരും പൊരിഞ്ഞ വഴക്കായി കെട്ടിമറിഞ്ഞു മണ്ണിൽ കിടന്ന് ഉരുണ്ട് ഇടികൂടി ആരും ജയിക്കുന്നുമില്ല, ഒരാൾ തോൽക്കുന്നുമില്ല. ഈ ജാതി ആൾക്കാരെ വീട്ടിൽ കയറ്റുമ്പോൾ സൂക്ഷിക്കണം എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. അപ്പോഴൊക്കെ പാവ ഭക്തനാ, ഇപ്പം എന്തായി എന്ന് പാർവതി ശിവനോട് ചോദിച്ചു. ശിവന് ഉത്തരം മുട്ടി. മക്കളുടെ ഈ വഴക്ക് എങ്ങനെ തീർക്കും ദൈവേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ അതാ ഗണപതിയുടെ കൊമ്പിൽ പിടികൂടി തട്ടിപ്പറിച്ച പഴം ഇതുവരെയും സുബ്രഹ്മണ്യം വിട്ടുകൊടുത്തിട്ടില്ല. ആറുമുഖൻ എന്ന ഈ ഏട്ടൻ ദേശീയക്കാരനാണ്, ശക്തനാണ്, ദേവസേനാപതിയുമാണ്. ഗണപതിയുടെ കൊമ്പിൽ പിടിച്ചതും കൊമ്പൊടിഞ്ഞ് സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ പോന്നു. ഇങ്ങനെയാണത്രേ ഗണപതി ഒറ്റക്കൊമ്പനായത് എന്ന് വേറൊരു കഥ. വഴക്കു കൂടുമ്പോൾ സുബ്രഹ്മണ്യൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി അനിയൻ കൂട്ടാൻ ആനവായിൽ കയറാൻ തുടങ്ങിയാൽ കുടുങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ചാണകത്ത് ചവിട്ടിയനെ പോലെ നിന്ന് സുബ്രഹ്മണ്യൻ. എന്നാലും എൻ്റെ ഏട്ടാ, ഇത്ര ചെറിയ കാര്യത്തിന് എന്നോട് ഇങ്ങനെ ചെയ്യാമോ എന്ന മട്ടിൽ നിൽക്കുകയാണ് അനിയൻകുട്ടൻ. ഭാഗ്യത്തിന് ചിഹ്നം വിളിച്ച് കരച്ചിൽ തുടങ്ങിയിട്ടില്ല. ഗണപതി വാ തുറക്കും മുമ്പ് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചു. സുബ്രഹ്മണ്യൻ നിൽക്കുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങിയത്. ഒടിഞ്ഞ് കയ്യിൽ പോന്ന ഗണപതിയുടെ കൊമ്പ് സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ ഇരുന്ന് കരം വെച്ച് തുടങ്ങി. ആദ്യമാദ്യം കെട്ടിമറിഞ്ഞ് അടി കൂടിയതിൻ്റെ ക്ഷീണമാണെന്ന് കരുതി. ഏയ് അല്ല, ശരിക്കും കയ്യിലിരിക്കുന്ന കൊമ്പിൻ്റെ ഭാരം വർദ്ധിക്കുന്നുണ്ട്. അയ്യോ പെട്ടല്ലോ ഭഗവാനെ, ഇനി എന്തു ചെയ്യും? ഭാരം താങ്ങാൻ പറ്റാണ്ടായി. പതുക്കെ പോയി അച്ഛൻ്റെ ചെവി പറഞ്ഞു, അച്ഛൻ ഈ മുറിക്കൊമ്പ് വാങ്ങി പിടിക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ അച്ഛൻ അനങ്ങുന്ന മട്ടില്ല. അച്ഛൻ, ഞാൻ കുടുങ്ങിപ്പോയിരിക്കുക, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ഇതൊന്ന് വാങ്ങി പിടിച്ചാലും മതി. ശിവൻ ഗൗരവമായി. ഗണപതി കേൾക്കാതെ പറഞ്ഞു, മോനെ, അത് ഗണപതിയുടെ അംശമാണ്, അത് വഹിക്കാൻ ഗണപതിക്ക് മാത്രമേ പറ്റൂ. ഒടിഞ്ഞ കൊമ്പിൻ്റെ മുറിക്കഷ്ണം എന്തെങ്കിലും സൂത്രപ്പണി കാണിച്ച് അവനെ തിരിച്ചേൽപ്പിക്കാൻ നോക്ക്. നിന്റെ കയ്യിലിരിക്കുന്ന ആ പഴത്തിനുള്ളിൽ തന്നെ വെച്ച് കൊടുത്തു നോക്കൂ. അപ്പോൾ എനിക്ക് പഴം വേണ്ടേ എന്ന സുബ്രഹ്മണ്യൻ്റെ ചോദ്യത്തിന് അറിവാകുന്ന പഴം നീയല്ലേ, പിന്നെ നിനക്കെന്തിനാ വേറെ പഴം ഉണ്ണി എന്ന് ശിവൻ ചോദിച്ചു. പഴം നീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ എന്ന് തമിഴിൽ ഒരു പാട്ടുണ്ടല്ലോ, ആ പ്രശസ്ത ഗാനം കേട്ടിട്ടില്ലേ എല്ലാവരും? സുബ്രഹ്മണ്യൻ കൊമ്പിൻ്റെ കഷ്ണം ഗണപതി കാണാതെ പഴത്തിനുള്ളിൽ തള്ളിക്കയറ്റി ഒളിപ്പിച്ചു. എന്നിട്ട് പഴം ഗണപതിയുടെ നേരെ നീട്ടിക്കാണിച്ചു. ഗണപതി ക്ഷണവേഗത്തിൽ പഴം കൈക്കലാക്കി. ഇനി നീയായി നിന്റെ പാടായി എന്ന മട്ടിൽ സുബ്രഹ്മണ്യൻ ഓടി മാറി മയിൽപ്പുറത്തേറി മുങ്ങിക്കളഞ്ഞു. ഇപ്പം കുടുങ്ങിയത് ഗണപതിയാ. പഴത്തിൻ്റെ ഉള്ളിലെ കുരു മാറ്റും പോലെ കൊമ്പ് മാറ്റി പഴം തിന്നെങ്കിലും കൊമ്പ് കയ്യിലിരുന്ന ഭാരം കൂടി കൂടി വരികയാ. ആദ്യമാദ്യം പ്രശ്നം പുറത്ത് കാണിക്കാതെ ഗൗരവം നടിച്ചിരുന്നെങ്കിലും കൊമ്പിൻ്റെ ഭാരം സഹിക്കാൻ പറ്റാതായപ്പോൾ സങ്കടമായി, തേങ്ങലായി, പൊട്ടിക്കരച്ചിലായി. ചെക്കൻ്റെ കരച്ചിലും കഷ്ടപ്പാടും കണ്ട് പാർവതിക്ക് നെഞ്ചു പിടഞ്ഞു. ഞാൻ മഞ്ഞളും ചന്ദനവും കുഴച്ചുണ്ടാക്കിയ കുട്ടിയെ നിങ്ങൾക്ക് ഇപ്പോഴും സ്വന്തം കുട്ടിയെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? നിങ്ങളുടെ മകനെ രക്ഷപ്പെടാൻ നിങ്ങൾ വഴി പറഞ്ഞു കൊടുത്തുല്ലോ, ഇവനെ എന്താ രക്ഷപ്പെടുത്താത്തത്? ഇവനെ എന്താ തവിട് കൊടുത്ത് വാങ്ങിയതാ? പാർവതി ശിവനോട് വഴക്കല് ചെന്നു. മഹാദേവൻ്റെ കയ്യിലാണോ പോം വഴിയില്ലാത്തത്? ഗണുമോനെ, നിന്നെ തൊഴാൻ വരുന്നവരോടെല്ലാം ഇന്നു മുതൽ നിന്റെ മുന്നിൽ കുനിഞ്ഞ് കുമ്പിട്ട് ഏത്തമിടാൻ പറയാം. അവർ തല കുനിക്കുമ്പോൾ നിനക്ക് ആ നിമിഷം ഭാരമേറിയ കൊണ്ടിരിക്കുന്ന ഈ കൊമ്പിൻ്റെ കഷ്ണം അവരുടെ കഴുത്തിന് പുറകിൽ വയ്ക്കാം, പെരടിക്ക് വയ്ക്കാം. ആ സമയം നിനക്ക് അല്പം വിശ്രമം കിട്ടും. ഒരാൾ എത്ര നേരം ഏത്തമിടുന്നോ അത്രയും നിന്റെ ഭാരം കുറയും. ഇങ്ങനെയാണത്രേ ഗണപതിക്ക് ഈ ഏത്തമിടൽ എന്ന സമ്പ്രദായം തുടങ്ങിയത്. ഏത്തമിടുന്നവർക്ക് കഴുത്തിന് പുറകിൽ ഒരു വേദന അനുഭവപ്പെടുന്നത്
നമ്മൾ ഏത്തമിടുമ്പോൾ ഗണപതി നമ്മളുടെ പിരടിയിൽ താൽക്കാലികമായി വെക്കുന്ന ഈ കൊമ്പിൻ്റെ ഭാരം മൂലമാണെന്നും എത്ര നേരം ഏത്തമിടുന്നോ അത്രയും കൂടുതലായി ഗണപതി ഏത്തമിടുന്നവരെ അനുഗ്രഹിക്കും എന്നും പറയപ്പെടുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പാതി കലാപരമായ കാര്യങ്ങൾക്കും മറുപാതി കണക്കുകൂട്ടലിനുമാണെന്ന് അറിയാലോ അല്ലേ. ഈ ഇരുവശങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നവർ ജീനിയസുകളായിരിക്കുന്ന പറയണം. അങ്ങനെ ഇരുപാതിയെയും ഒരുപോലെ പ്രവർത്തിപ്പിക്കാനുള്ള വ്യായാമ മുറയും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഏത്തമിടൽ എന്ന് അറിയുക.